السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن ولو كان من عند غير الله ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരാകാൻ വേണ്ടി പഠിക്കുന്നവർ, സഹോദരി സഹോദരന്മാർ, നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഖുർആൻ ഒരു ശാസ്ത്രീയ വിശകലനം, എ സയന്റിഫിക് അനാലിസിസ് ഓഫ് ദി ഖുർആൻ എന്ന വിഷയമാണ്. ഖുർആനിനെ ഒരു ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കുക എന്ന് പറയുമ്പോൾ, ഒന്നാമതായി എന്താണ് ഖുർആൻ, ഖുർആനിന് അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പലപ്പോഴും ഖുർആനിനോ ഖുർആനിന്റെ അനുയായികൾക്കോ ഇല്ലാത്ത അവകാശവാദങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അടിച്ചേൽപ്പിക്കുകയും ആ അവകാശവാദങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന വിമർശകന്മാര് ഇസ്ലാമിക പ്രബോധനത്തിന്റെ വീതിയിൽ നമുക്കേറെ കണ്ടെത്താൻ കഴിയും. അപ്പൊ അങ്ങനെയാകുമ്പോ ആ പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തൊരു അവകാശവാദം, ഖുർആനിന്റെ അനുയായികൾക്ക് ഇല്ലാത്തൊരു അവകാശവാദം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്തൊരു അവകാശവാദം പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ ആരോപിക്കുകയും ആ ആരോപണത്തിന് ഉപോത്ബലകമായി അവർ തന്നെ തെളിവുകൾ ഉണ്ടാക്കുകയും ആ തെളിവുകളെ വിമർശിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ ഒരു ദൗത്യം നിർവഹിച്ച രീതിയിൽ കടന്നു പോകുന്ന വിമർശകന്മാർ, ആ വിമർശകന്മാരുടെ കെണികൾക്കകത്ത് അകപ്പെടാതിരിക്കണമെങ്കിൽ ഒന്നാമതായി തന്നെ നാം എന്താണ് ഖുർആൻ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഖുർആൻ ഒന്നാമതായി അത് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നത് അതൊരു ദൈവിക ഗ്രന്ഥമാണ് എന്ന്. പരിശുദ്ധ ഖുർആനിൽ മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ സ്വയം ദൈവികമാണ് എന്ന പ്രഖ്യാപനം കാണാൻ കഴിയുക. ഖുർആൻ പറഞ്ഞു, തൻസീൽ അൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയിലെ 2-ാമത്തെ വചനം. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് സംശയമൊന്നുമില്ല സർവ്വലോക രക്ഷിതാവായ തമ്പുരാനാകുന്നു. ഇത് ഖുർആൻ ഒരു തവണയല്ല, നിരവധി തവണ പറയുന്ന കാര്യമാണ്. ഖുർആൻ 26-ാമത്തെ അധ്യായം സൂറത്തു ശുഅറയിലെ 192-ാമത്തെ വചനത്തിൽ, ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിൽ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ, സൂറത്തു റഹ്മാനിൽ 55-ാമത്തെ അധ്യായം സൂറത്തു റഹ്മാനിലെ 1-2 വചനങ്ങളിൽ നമ്മൾക്കറിയാം അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്നെല്ലാം പറയുന്നത് സർവ്വലോക രക്ഷിതാവിൽ നിന്ന് പരമകാരുണികരിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാകുന്നു എന്ന് ഖുർആൻ സ്വയം അവകാശപ്പെടുന്നു. രണ്ടാമതായി പരിശുദ്ധ ഖുർആന്റെ അവകാശവാദം ഇതൊരു മാർഗദർശക വെളിപാടാണ് എന്ന്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ വചനത്തിൽ ഖുർആനിന് പറയാനുള്ളത് അതാണ്. അഥവാ ഈ ഗ്രന്ഥം, ഈ ഖുർആൻ എന്താണ്? ഖുർആൻ ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗദർശക ഗ്രന്ഥമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, കൃത്യമായ വ്യക്തമായ തെളിവുകളായിക്കൊണ്ടുള്ള മാർഗദർശനം, സുവ്യക്തമായ സത്യാസത്യ വ്യവച്ഛേദകം, ഫുർഖാൻ, ഇതെല്ലാമാണ് ഖുർആൻ എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നു. ദൈവിക മാർഗദർശനം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നതാണ് ഖുർആനിന്റെ 2-ാമത്തെ അവകാശവാദം. ഖുർആനിനെ പിന്നീട് 3-ാമതായി പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ അത് അന്തിമ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്ത അമാനുഷിക ദൃഷ്ടാന്തമാണ് എന്നതാണ്. ഖുർആനിന് മാത്രമേ വേദഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊരു സവിശേഷതയുള്ളൂ. വേദഗ്രന്ഥങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അതേപോലെയുള്ള മുൻപുള്ള പ്രവാചകന്മാരിൽ പലർക്കും
അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു, പറയുന്നു. പക്ഷേ ആ വേദഗ്രന്ഥങ്ങളൊന്നും തന്നെ ആ പ്രവാചകന്മാർക്കുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങളായിരുന്നില്ല. അമാനുഷിക ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ അയാൾ ദൈവത്താൽ അള്ളാഹുവിനാൽ നിയോഗിതനാണ് എന്ന് തെളിയിക്കുന്ന അത്ഭുതങ്ങളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിലത്തിട്ടാൽ സർപ്പമാകുന്ന വടിയാണ് അമാനുഷിക ദൃഷ്ടാന്തമായി നൽകിയത് എന്ന് നമുക്കറിയാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെയുള്ള, കുരുടന്മാരെ സുഖപ്പെടുത്തുന്നത് പോലെയുള്ള അത്ഭുതങ്ങളാണ് അമാനുഷിക ദൃഷ്ടാന്തമായി നൽകിയത്. മൂസാ നബിക്ക് തൗറാത്ത് നൽകി, അമാനുഷിക ദൃഷ്ടാന്തം വേറെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചീൽ നൽകി, അമാനുഷിക ദൃഷ്ടാന്തം വേറെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വീകരിക്കുവാനുള്ള, അംഗീകരിക്കുവാനുള്ള, അനുധാവനം ചെയ്യുവാനുള്ള അന്തിമ പ്രവാചകനുള്ള ഏറ്റവും വലിയ അമാനുഷിക ദൃഷ്ടാന്തം പരിശുദ്ധ ഖുർആനാകുന്നു. ഈ പരിശുദ്ധ ഖുർആന്റെ സവിശേഷത, മുമ്പുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങളെല്ലാം ആ പ്രവാചകന്മാരുടെ കാലത്തോടുകൂടി അവസാനിച്ചു. ആ പ്രവാചകന്മാർക്ക് ശേഷം ആ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾക്ക് നിലനിൽപ്പില്ല. മൂസാ നബിയുടെ വടിയില്ല, ഈസാ നബിയുടെ മരിച്ചവരെ ജീവിപ്പിക്കുവാനുള്ള കഴിവില്ല. അതേ സമയം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ അമാനുഷിക ദൃഷ്ടാന്തം പരിശുദ്ധ ഖുർആൻ, അത് അവസാന നാൾ വരെ ആ പ്രവാചകന്റെ ദൗത്യത്തെ പോലെ തന്നെ അവസാന നാൾ വരെ ആർക്കും ആ മാനുഷിക ദൃഷ്ടാന്തം പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് അദ്ദേഹം പ്രവാചകനായിരുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിൽ ആ മാനുഷിക ദൃഷ്ടാന്തം മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ്. അതിന്റെ അമാനുഷികത പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ വചനത്തിൽ കൃത്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. ഖുർആൻ പറയാൻ, അഥവാ നമ്മുടെ ദാസനെ നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല സംശയവും ഉണ്ടെങ്കിൽ അതിലെ ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ വേണ്ട, ഒരാൾ വേണ്ട, മാനവ സമുദായം ഒന്നിച്ച് വേണ്ട, ദൈവം തമ്പുരാൻ ഒടിച്ച് നിങ്ങൾക്ക് ആരെയൊക്കെ സഹായികളായി വിളിക്കാൻ കഴിയുമോ അവരെ മുഴുവനും വിളിച്ചുകൊള്ളുക. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ്. അതിനുശേഷം 24-ാമത്തെ വചനത്തിൽ ഖുർആൻ വെല്ലുവിളിക്കുന്നു, ഇല്ല, നിങ്ങൾക്കത് കഴിഞ്ഞില്ലെങ്കിൽ ഇല്ല കേട്ടോ, നിങ്ങൾക്കതിന് സാധ്യമല്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി ഈ വെല്ലുവിളി നിലനിൽക്കുന്നു. ഖുർആനിൽ അതിദീർഘമായ അധ്യായങ്ങളുണ്ട്, അതിസൂക്ഷ്മമായ ചെറിയ അധ്യായങ്ങളുണ്ട്. 3 വചനങ്ങൾ മാത്രമുള്ള അധ്യായങ്ങൾ. ആ അധ്യായങ്ങൾക്ക് തത്തുല്യമായ ആശയ സമ്പുഷ്ടിയും ആദർശനിഷ്ഠയും സാഹിത്യ സമ്പൂർണതയുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം കൊണ്ടുവരാൻ കഴിയില്ല എന്ന വെല്ലുവിളി എന്നും നിലനിൽക്കുകയാണ്, ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ അന്തിമ പ്രവാചകനുള്ള അമാനുഷിക ദൃഷ്ടാന്തം കൂടിയാണ്. ഇനി എന്താണ് പരിശുദ്ധ ഖുർആനും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം? ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമോ ചരിത്ര ഗ്രന്ഥമോ ഒന്നുമല്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്, ഒരു മാർഗദർശക വെളിപാടാണ്. ദൈവം തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ്, അന്തിമ പ്രവാചകനുള്ള മാനുഷിക ദൃഷ്ടാന്തമാണ്. എന്നാൽ എങ്ങനെയാണ് ശാസ്ത്രവുമായി പരിശുദ്ധ ഖുർആൻ ബന്ധപ്പെടുന്നത്? എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നാം നടത്തുന്ന പര്യവേഷണങ്ങളാണ്, ഗവേഷണങ്ങളാണ്. നമ്മുടെ തലച്ചോറ് കൊണ്ട് നാം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ശാസ്ത്രം. നമ്മുടെ കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കുമാകുന്ന പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്ന അറിവ്, നമ്മുടെ അറിവിന്റെ വാതായനങ്ങളാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അറിവ് നമ്മുടെ മസ്തിഷ്കത്തിൽ വെച്ച് നാം സിന്തസൈസ് ചെയ്യുന്നു, അപഗ്രഥിക്കുന്നു. അങ്ങനെ അപഗ്രഥിച്ചിട്ടാണ് നമ്മൾ പുതിയ നിഗമനങ്ങളിലും സിദ്ധാന്തങ്ങളിലും തത്വങ്ങളിലും എല്ലാം എത്തിച്ചേരുന്നത്. ഇതാണ് ശാസ്ത്രത്തിന്റെ രീതി. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവ വേദ്യമാകുന്ന കാര്യങ്ങളാണ് ശാസ്ത്രത്തിന്റെ അപഗ്രഥനത്തിനുള്ള റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു. അതേസമയം നമ്മുടെ തലച്ചോറാണ്, നമ്മുടെ മസ്തിഷ്കമാണ്, നമ്മുടെ ചിന്തയാണ്, മനുഷ്യ ബുദ്ധിയാണ് ശാസ്ത്രം എന്ത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്തക്ക് ചില പരിമിതികളുണ്ട്. നമ്മുടെ ചിന്തക്ക് പരിമിതി, ഇന്ന് ശാസ്ത്രത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പദാർത്ഥാതീതമായ പ്രപഞ്ചാതീതമായ അസ്തിത്വത്തെ കുറിച്ച് നമ്മുടെ ചിന്തക്ക്
നമ്മുടെ അറിവിന് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. നമ്മുടെ ചിന്തക്ക് അതീതമാണ്. പ്രപഞ്ചാതീതമായ യാഥാർത്ഥ്യങ്ങൾ, പദാർത്ഥാതീതമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ചിന്തക്ക് അതീതമാണ്. ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടൈം സ്പേസ് കോണ്ടിന്യൂത്തിന് അതീതമായ, സ്ഥലകാല നൈരന്തര്യത്തിന് അതീതമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മസ്തിഷ്കം പര്യാപ്തമല്ല. പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ, അഥവാ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ കാര്യങ്ങളെ കുറിച്ചാണ്. അഥവാ സൃഷ്ടാവായ തമ്പുരാനെ കുറിച്ച് പറയുന്നു. സൃഷ്ടാവായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, പദാർത്ഥ ലോകത്തിന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ പദാർത്ഥാതീതനാണ്, പ്രപഞ്ചാതീതനാണ്. ഈ പദാർത്ഥാതീതനായ സൃഷ്ടാവ്, അവനെ കുറിച്ച് കേവലമായ നമ്മുടെ ചിന്ത കൊണ്ട് മാത്രമായി അപഗ്രഥിക്കുവാൻ സാധ്യമല്ല. അതേപോലെ തന്നെ മരണാനന്തര ജീവിതം ഈ ലോകത്തിന്, നമ്മുടെ ഈ സൃഷ്ടി പ്രപഞ്ചത്തിന് അതീതമായ ഒരു ലോകമാണ്. ആ ലോകത്തെ കുറിച്ച് അതുകൊണ്ട് തന്നെ നമ്മുടെ കേവല ചിന്തയുടെ മാത്രം വരുതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അപഗ്രഥിക്കാൻ സാധ്യമല്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഒരു സവിശേഷത, ഖുർആൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രാപഞ്ചിക വസ്തുതകളെ കുറിച്ച് മനുഷ്യരുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് സൃഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തിലേക്ക്, ആ അസ്തിത്വത്തെ കുറിച്ച് അറിയാനും മനസ്സിലാക്കുവാനുമുള്ള ആഹ്വാനം പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നു എന്നതാണ്. നമ്മുടെ ചിന്തക്ക്, നമ്മുടെ പര്യവേഷണത്തിന്, നമ്മുടെ അന്വേഷണത്തിന് വിധേയമാകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് സൃഷ്ടാവായ തമ്പുരാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യരെ തെര്യപ്പെടുത്തുന്നു. അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിന്റെ അനിവാര്യതയെ കുറിച്ച് മനുഷ്യരെ ബോധവാന്മാരാക്കുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ശാസ്ത്രവുമായി ബന്ധപ്പെടുന്നത്, ഈ ഗവേഷണാത്മകതയുമായി ബന്ധപ്പെടുന്നത്? മനുഷ്യന്റെ ചിന്തക്ക് ചെന്നെത്താൻ കഴിയുന്ന സകല മേഖലകളിലും ചെന്നെത്തുവാനും പര്യവേഷണം നടത്തുവാനും പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്നത് കാണാൻ കഴിയും. ചിന്തിക്കുവാനും പഠിക്കുവാനും വേണ്ടിയുള്ള ആഹ്വാനം പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ പ്രബോധനങ്ങളിലൊന്നാണ്. ഖുർആൻ ഒന്നാമതായി പഠനത്തിനും ഗവേഷണത്തിനും മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്നു. അഫലാ യൻദുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. പരിശുദ്ധ ഖുർആൻ 58-ാമത്തെ അധ്യായം സൂറത്തുൽ നാശിയയിലെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്കറിയാം. ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ല, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. ഉപരിലോകത്തേക്ക് അവർ നോക്കുന്നില്ല, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന്. പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ല, അവ എങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടിട്ടുള്ളത് എന്ന്. ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ല, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അതെ, ഒട്ടകത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, ഉപരിലോകത്തെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, മഴയെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, സസ്യലതാദികളെക്കുറിച്ച്, ജന്തുജീവജാലങ്ങളെക്കുറിച്ച്, മനുഷ്യ ശരീരത്തെക്കുറിച്ച്, ശരീരത്തിന്റെ ഭ്രൂണ രംഗത്തുള്ള പരിണാമങ്ങളെക്കുറിച്ച്, ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച്, ബാഹ്യാവയവങ്ങളെക്കുറിച്ച്, മനുഷ്യർക്ക് മാത്രം ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള ചിന്താശേഷിയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി പഠിച്ച് അപഗ്രഥിച്ച് ദൈവം തമ്പുരാന്റെ, സൃഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തെ അറിയാൻ, മനസ്സിലാക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നു.